രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ. 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 രാധയുടെ പ്രണയം 76ാമത്തെ എപ്പിസോഡുമായി ഞാൻ വീണ്ടും വരികയാണ്. രാധയുടെ പ്രണയം 76ാമത്തെ എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട രാധാഭക്തരെ നിങ്ങൾക്ക് സ്വാഗതം. ഇതാദ്യമായി സബ്സ്ക്രൈബ് ചെയ്യുന്നവർ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 തൊട്ട് രാധയുടെ പ്രണയം കിട്ടും. ഓർമ്മിക്കുക, എല്ലാ തിങ്കളാഴ്ചയും 3 മണിക്ക് സാക്ഷാൽ ഗുരുവായൂരപ്പനും രാധാജിയും അനുഗ്രഹിക്കുകയാണെങ്കിൽ നാരായണീയത്തിൻ്റെ ക്ലാസ് ഉണ്ട്, അത് കിട്ടും. അതിപ്പോൾ 4ാമത്തെ ക്ലാസ് ആയി കഴിഞ്ഞു. മുമ്പുള്ളത് പ്ലേലിസ്റ്റിനകത്തു നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ചൊവ്വാഴ്ച 12 മണിക്ക് രാധയുടെ പ്രണയവും, വ്യാഴാഴ്ച 12 മണിക്ക് അഷ്ടപതിയും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതായത് ഒന്നുകിൽ നിങ്ങൾക്ക് നാളെ അല്ലെങ്കിൽ ഈ വരുന്ന വെള്ളിയാഴ്ച ആണ്ടാളിൻ്റെ ഇത് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം അതേ കണക്ക് കടുത്ത കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെയാണ് രാധാഭക്തനായത്, അത് നിങ്ങൾ കൃത്യമായിട്ടും ഞാൻ രാധാഭക്തനായതെങ്ങനെ അങ്ങനൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അത് കാണുക. പിന്നെ ഒരിടത്തൊരിടത്തൊരച്ഛനുണ്ടായിരുന്നു, എല്ലാവരും കാണണം. പ്രത്യേകിച്ചും വിവാഹബന്ധം വേർപെടുത്തിയവരും മനസ്സുകൊണ്ട് അകന്നു കഴിഞ്ഞവരും പ്രത്യേകിച്ചും അവരുടെ പെമ്മക്കൾ ഉറപ്പായിട്ടും കാണേണ്ടുന്ന വീഡിയോ ആണ്. പിന്നെ അഷ്ടപതിയുണ്ട്, ജ്യോതിഷമുണ്ട്, പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷുണ്ട്. ജ്യോതിഷപരമായ സംശയത്തിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. 9645333999 എന്നതാണ് നമ്പർ. അതിനകത്ത് എന്നെ വിളിച്ചാൽ മതി. ഞാൻ അതിനകത്ത് ജാനുവരി, ഫെബ്രുവരി അങ്ങനെ ഡിസംബർ വരെ ജനിച്ചിട്ടുള്ളവരുടെ ഫലങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓരോ നക്ഷത്രത്തിൻ്റെയും ഫലങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ അഷ്ടാവക്ര ഗീത കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹിന്ദുക്കൾ അറിയേണ്ടവ, നമ്മൾ ഹിന്ദുക്കൾ എവിടെയും തലകുനിയാൻ പാടില്ല. ഹിന്ദുക്കളെക്കുറിച്ച് പലരും ശിവലിംഗ ആരാധന, ഗണപതിയുടെ ആരാധന, ഇതിനെക്കുറിച്ചൊക്കെ നമ്മളോട് പലരും പിന്നെ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ആരെങ്കിലും ലിംഗം ആരാധിക്കുമോ? പക്ഷേ അതൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്ത് നിങ്ങൾ കാണുമല്ലോ. അപ്പോൾ നമുക്ക് രാധയുടെ പ്രണയം തുടങ്ങാം. ഓം രാധായൈ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ
ബർസാനെ വാലി രാധാറാണി കീ ജയ്. എൻ്റെ മാതാവ് രാധാറാണി കീ ജയ്. നമ്മുടെ ദൈവം രാധാറാണി കീ ജയ്. നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരി കോരി തരുന്ന നമ്മുടെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. നമ്മളെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. നമ്മളെ സർവ്വ രോഗങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. രാധാഭക്തരെ, നിങ്ങൾക്കൊരു സന്തോഷ വർത്തമാനം പറയുകയാണ് ഞാൻ. നാരായണീയത്തിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, അത് പിന്നെ സമയമില്ലാത്തതുകൊണ്ട് സ്പീഡിനാണ് പറഞ്ഞത്. നിങ്ങൾക്ക്, എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്, അതായത് സ്ത്രീകൾക്ക്, കൃഷ്ണനെ ഗോപികമാരായി, കൃഷ്ണൻ്റെ ഗോപികമാരായി നിങ്ങൾക്ക് മാറണമെന്ന് ആഗ്രഹമുണ്ടോ? മനസ്സിലായോ? കൃഷ്ണൻ്റെ ഭർത്താവ്, പിന്നെ കൃഷ്ണൻ ഭർത്താവുകയല്ല, ഗോപികമാര് രണ്ടും രണ്ടാണ്. കൃഷ്ണൻ്റെ ഗോപികമാരാകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇതാ ഈ വരുന്ന ധനുമാസം ഡിസംബറിൽ നിങ്ങൾക്കൊരു പ്രത്യേക വ്രതമുണ്ട്. ആ വ്രതം നിങ്ങൾ എടുത്തിട്ട് ഞാൻ പറയുന്ന ദിവസങ്ങളിൽ തിരുപ്പാവൈ, ആ തിരുപ്പാവയുടെ ക്ലാസ് ഉടൻ തന്നെ നിങ്ങൾക്ക് രാധേ രാധേ എന്ന ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. തമിഴാണ്, കുഴപ്പമില്ല. ഞാനത് മലയാളപരമായി കൊടുത്തിട്ട്, മലയാളത്തിൽ വന്ന ബുക്ക് വാങ്ങിക്കാൻ കിട്ടും കടകളിൽ. പക്ഷേ എവിടെയൊക്കെ കിട്ടുമെന്ന് അറിയാൻ വയ്യ, വലിയ പാടാണ്. കിട്ടുന്നുണ്ട്, കടകളിൽ കിട്ടുന്നുണ്ട് തിരുപ്പാവയിൽ. അപ്പോൾ ആ തിരുപ്പാവയുടെ ക്ലാസ് എടുക്കുന്നതാണ്. അപ്പം ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ വ്രതം എടുക്കണം. ഞാൻ പറയുന്ന ചിട്ടയോടുകൂടി വ്രതം എടുക്കണം. ആ ചിട്ടയോടുകൂടി വ്രതം എടുത്തിട്ട് തിരുപ്പാവെ കൃത്യമായി ചൊല്ലണം. തിരുപ്പാവെ പുസ്തകമില്ലെങ്കിലും വേണ്ട, ഞാൻ അതിൻ്റെ ടെക്സ്റ്റ്, ആ തിരുപ്പാവയുടെ വരികൾ പ്രത്യേകമായി വീഡിയോ ആയി കൊടുക്കും. തമിഴാണെന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട, എനിക്ക് തമിഴ് അറിയാം. ഞാൻ ഓരോ തമിഴ് വാക്കും അതിൻ്റെ അർത്ഥങ്ങൾ ഉൾപ്പെടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ എല്ലാ രാധാഭക്തരും തയ്യാറായിട്ട് ഇരുന്നു കൊള്ളുക. അപ്പോൾ നമുക്ക് രാധയുടെ പ്രണയം ആരംഭിക്കാം. കൃഷ്ണൻ വല്ലാത്തൊരു സന്നിഗ്ധാവസ്ഥയിലാണ്. അതെ, ദേവകി മാതാവ് പറയുകയാണ്, കൃഷ്ണ നീ വൃന്ദാവനത്തിലേക്ക് പോയേ മതിയാകൂ. ബലരാമൻ പറയുന്നു, കൃഷ്ണ നീ വൃന്ദാവനത്തിലേക്ക് വരണം. സാന്ദീപമുനിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്, ഒരു വിവാഹം കഴിക്കാതെ ഇനി ഒരു കാരണവശാലും വൃന്ദാവനത്തിലേക്ക് പോകില്ല എന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരാളുടെ വാക്ക് തെറ്റിച്ചേ പറ്റൂ. ഒന്നുകിൽ സാന്ദീപമുനിയുടെ വാക്ക് തെറ്റിച്ച് ആ വൃന്ദാവനത്തിൽ പോകണം, അത് ഗുരുനിന്ന. അല്ലെങ്കിൽ സ്വന്തം മാതാവിൻ്റെ വാക്കുകളെ ധിക്കരിച്ച് ഗുരുവിനെ അനുസരിക്കണം, അത് മാതൃനിന്ന. പിന്നെ ബലരാമൻ ജ്യേഷ്ഠനെ ധിക്കരിക്കണം, അത് ജ്യേഷ്ഠനോടുള്ള നിന്ന. ഇതിലാരെങ്കിലും ഒരാളെ നിന്ദിച്ചേ മതിയാകൂ. എന്താ ചെയ്യേണ്ടത്? കൃഷ്ണൻ ഒരു നിമിഷം കണ്ണുകൾ അടച്ചു നിന്നു. ഇത് ശൈബ്യ ശ്രദ്ധിക്കുന്നുണ്ട്, ശൈബ്യയും നോക്കുന്നുണ്ട് കൃഷ്ണന്റെ മറുപടി അറിയാൻ. അതെ, കൃഷ്ണൻ എപ്പോഴും കുരുക്കിൽ വീഴുന്നത് ശൈബ്യക്ക് ഇഷ്ടമാണ്. കാരണം ശൈബ്യക്ക് പകയാണ്, കൃഷ്ണനോട് പകയാണ്, ഒടുങ്ങാത്ത പകയാണ്. ശ്രീഗാല വാസുദേവനെ വധിച്ചതിൻ്റെ പകയാണ്. അപ്പോൾ വീണ്ടും ദേവകി പറഞ്ഞു, എന്താ കൃഷ്ണ നീ ഒന്നും പറയാത്തത്? ബലരാമൻ പറഞ്ഞു, കൃഷ്ണ ബാ, നമുക്ക് പഴയ സതീർത്ഥരുമൊക്കെ ആയിട്ട് അവിടെ രസിക്കണ്ടേ നമുക്ക്. അപ്പോൾ കയ്യും കെട്ടി സാന്ദീപമുനി ഇങ്ങനെ നിൽക്കുകയാണ്. സാന്ദീപമുനി ഇങ്ങനെ കൃഷ്ണനെ നോക്കുന്നുണ്ട്, കൃഷ്ണൻ സാന്ദീപമുനിയെയും നോക്കുന്നുണ്ട്. കൃഷ്ണൻ എന്ത് പറയണമെന്നറിയാൻ വയ്യ. പക്ഷേ കൃഷ്ണൻ ഒന്നറിയാം, ഇവിടെ ആരെങ്കിലും ഒരാളെ നിന്ദിച്ചേ മതിയാകൂ. കൃഷ്ണൻ വിചാരിച്ചു, മാതാ പിതാ ഗുരു, മാതാവിനും പിതാവിനും താഴെയാണ് ഗുരു. അപ്പോൾ മാതാവിനെ വേണോ ഗുരുവിനെ വേണോ എന്ന് ചോദിച്ചാൽ ആദ്യം വേണ്ടത് മാതാവിനെയാണ്. മനസ്സിലായില്ലേ? മാതാവും പിതാവും കഴിഞ്ഞതിന് ശേഷമേ ഉള്ളൂ ആരെന്ന് പറയുന്നത്, ഗുരു എന്ന് പറയുന്നത്. അപ്പൊ കൃഷ്ണൻ പറയാൻ തുടങ്ങി, അതെ അമ്മേ, ഞാൻ വൃന്ദ, അത്രയും പറഞ്ഞപ്പോഴേക്കും അതെ അമ്മേ, ഞാൻ വൃന്ദ എന്ന വാക്യം മുഴുമിപ്പിക്കാൻ സമ്മതിച്ചില്ല. അതിനു മുമ്പ് സാന്ദീപമുനി പറഞ്ഞു, നിൽക്ക് കൃഷ്ണ. എല്ലാവരും സാന്ദീപമുനിയിലേക്ക് നോക്കി.
സാന്ദീപമുനി നടന്നെടുത്തിട്ട് പറഞ്ഞു, ദേവകി മാതാവേ, കൃഷ്ണന്റെ സാന്നിധ്യം ഇപ്പോൾ മധുരയ്ക്ക് അത്യാവശ്യമാണ്. ഇവിടെ രഥോത്സവമുണ്ട്. ഇവിടുത്തെ ഓരോ യുവാക്കളെയും അഭ്യസിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഏത് സമയത്തും ജരാസന്ധനെ നമ്മൾ കരുതിയിരുന്നേ മതിയാകൂ. കൃഷ്ണൻ ഇപ്പം വൃന്ദാവനത്തിൽ പോയാൽ പറ്റില്ല, ബലരാമൻ പോകട്ടെ. കൃഷ്ണൻ ഒരു നെടുവീർപ്പിട്ടു. ബലരാമൻ കൃഷ്ണനെ ഒന്ന് നോക്കി. ദേവകിക്ക് സാന്ദീപമുനി പറഞ്ഞാൽ പിന്നെ മറുത്തൊന്നും പറയാനില്ല. ഓരോരുത്തരും പിരിഞ്ഞുപോയി. പക്ഷേ ബലരാമൻ മാത്രം അവിടെ നിന്നു. ബലരാമൻ കൃഷ്ണന്റെ കൈകൾ പിടിച്ച് അല്പം ദൂരത്തേക്ക് കൊണ്ടുപോയിട്ട് ചോദിച്ചു, കൃഷ്ണ, സത്യം പറ, നിനക്ക് വൃന്ദാവനത്തിലേക്ക് വരാൻ താല്പര്യമുണ്ടോ ഇല്ലയോ? കൃഷ്ണൻ പറഞ്ഞു, ഇല്ല ജ്യേഷ്ഠ. എന്തുകൊണ്ട് നിനക്ക് വൃന്ദാവനത്തിലേക്ക് വരാൻ താല്പര്യമില്ല? നമ്മളോടൊത്ത് മുമ്പ് കളിച്ചു വളർന്നവരെയൊക്കെ നിനക്ക് കാണണ്ടേ കൃഷ്ണ? നീ അവരെ ആരെയും സ്നേഹിക്കുന്നില്ലേ കൃഷ്ണ? കൃഷ്ണൻ പറഞ്ഞു, ഞാൻ അവരെയൊക്കെ സ്നേഹിക്കുന്നുണ്ട് ജ്യേഷ്ഠ. പക്ഷേ അവരുടെ കണ്ണിൽ ഞാൻ എപ്പോഴും ആ ഗോക്കള മേയിച്ചു നടന്ന ഗോവിന്ദനാണ്, ബാലഗോവിന്ദനാണ്. ആ ഒരു ഓർമ്മയിലാണ് അവർ നിൽക്കുന്നത്. പക്ഷേ ജ്യേഷ്ഠ, ഞാൻ ഇന്ന് വൃന്ദാവനത്തിലേക്ക് വരികയാണെങ്കിൽ അവരെന്നെ പഴയ ഗോവിന്ദനായിട്ടല്ല കാണുന്നത് ജ്യേഷ്ഠ. അവരെന്നെ കാണുന്നത് ജരാസന്ധനെ തോൽപ്പിച്ച സാക്ഷാൽ ശ്രീകൃഷ്ണനായിട്ടാണ്. ശ്രീഗാല വാസുദേവനെ വധിച്ച, കംസനെ വധിച്ച, രാജാവകാശത്തിന് പോലും അർഹനായി നിൽക്കുന്ന ശ്രീകൃഷ്ണനെയാണ് അവർക്ക് കാണുന്നത്. അവർ ഭയഭക്തി ബഹുമാനങ്ങളോടായിരിക്കും ജ്യേഷ്ഠ സ്വീകരിക്കുന്നത്. എനിക്കതിഷ്ടമല്ല. വൃന്ദാവനത്തിലെ ആളുകൾ എന്നെ ഗോവിന്ദനായി കാണുന്നതാണ് ഇഷ്ടം. ജ്യേഷ്ഠനറിയാമോ, കൃഷ്ണ കൃഷ്ണ എന്നുള്ള ഈ വിളി തന്നെ കേട്ട് ഞാൻ മടുത്തു ജ്യേഷ്ഠ. ബലരാമൻ കൃഷ്ണനെ കൗതുകത്തോടുകൂടി നോക്കി. അതേ ജ്യേഷ്ഠ, എന്നെ വൃന്ദാവനത്തിൽ എല്ലാവരും വിളിക്കുന്നത് ഗോവിന്ദ എന്നാണ്. ആ നാമധേയമാണ് ജ്യേഷ്ഠ എനിക്ക് ഏറ്റവും ഇഷ്ടം. ഗോവിന്ദ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് നമ്മുടെ ഗോക്കള ഓർമ്മ വരും ജ്യേഷ്ഠ. ഗോവിന്ദനിലെ വൃന്ദാവനത്തെ ഓർമ്മ വരും. രാധയില്ലാതെ എന്ത് വൃന്ദാവനം ജ്യേഷ്ഠ? ഗോവിന്ദനിൽ ഗോക്കളും വൃന്ദാവനവും രാധയുമുണ്ട്. പക്ഷേ ഇനി മുതൽ ഞാൻ അവർക്ക് ഗോവിന്ദനല്ല ജ്യേഷ്ഠ, ഞാൻ അവർക്ക് വെറും ശ്രീകൃഷ്ണനാണ്, ചക്രവർത്തിയായ ശ്രീകൃഷ്ണൻ. ഇപ്പോൾ അവർ എന്നെക്കുറിച്ച് ഗാനങ്ങൾ ആലപിക്കുന്നുണ്ട്, പഴയ ഗോവിന്ദന്റെ ഗാനങ്ങൾ ആലപിക്കുന്നുണ്ട്. അങ്ങനെ ആയിക്കൊള്ളട്ടെ ജ്യേഷ്ഠ, അങ്ങനെ ആയിക്കൊള്ളട്ടെ. അതുകൊണ്ടാണ് ജ്യേഷ്ഠ ഞാൻ അങ്ങോട്ട് വരാത്തത്. അപ്പോൾ ബലരാമൻ ചോദിച്ചു, കൃഷ്ണ, രാധ, നിനക്ക് രാധയെ കാണണ്ടേ കൃഷ്ണ? കൃഷ്ണന്റെ ഉള്ളൊന്ന് പിടഞ്ഞു, കൃഷ്ണന്റെ കണ്ണുകളൊന്ന് മിന്നി തുറന്നു. നിനക്ക് രാധയെ കാണണ്ടേ കൃഷ്ണ? കൃഷ്ണൻ പറഞ്ഞു, രാധ, ജ്യേഷ്ഠന് മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല. അവൾ എൻ്റെ സർവസ്വമാണ്, അവൾ എൻ്റെ സർവസ്വവുമാണ്. അവളെ ഒരിക്കലും ഈ നഗരത്തിൻ്റെ തിരക്കിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ബലരാമൻ ജ്യേഷ്ഠൻ പറഞ്ഞു, എന്താ നീ പറഞ്ഞത്? അപ്പോൾ പറഞ്ഞു, ജ്യേഷ്ഠന് മനസ്സിലാവില്ല. രാധ എൻ്റെ പ്രാണനാണ്, രാധ എൻ്റെ പ്രാണനാണ് ജ്യേഷ്ഠ. പക്ഷേ അവൾക്കിഷ്ടം ഗോവിന്ദനെയാണ്, കൃഷ്ണനെയല്ല. അപ്പോൾ ബലരാമൻ പറഞ്ഞു, എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠ, അവൾ ഗോക്കള മേയ്ക്കുന്ന ഗോവിന്ദനെയാണ് അവൾ സ്നേഹിക്കുന്നത്. അവളോടൊത്ത് വൃന്ദാവനത്തിലും യമുനയിലും ആടിപ്പാടി നടക്കുന്ന ഗോവിന്ദനെയാണ് അവൾക്കിഷ്ടം. അല്ലാതെ ശ്രീഗാല വാസുദേവനെ വധിക്കാനും ജരാസന്ധന്റെ നേർക്ക് യുദ്ധത്തിന് പോകാനും തുടർന്ന് ഓരോ ദിവസങ്ങളിലും നമ്മൾ പല പല യുദ്ധങ്ങളിൽ ഏർപ്പെടുമ്പോൾ അവിടെയൊക്കെ പോവുകയും ചക്രായുധം കൊണ്ട് ആളുകളുടെ തലയരിയുകയും ചെയ്യുന്ന ശ്രീകൃഷ്ണനെ അല്ല. അനുജ, എനിക്ക് നിന്നെ മനസ്സിലാകുന്നില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം, നീ ദുഷ്ടനാണ് അനുജ, നീ ദുഷ്ടനാണ്. നിനക്ക് രാധയെ കാണണ്ടേ? നീ എന്ത് ന്യായം പറഞ്ഞാലും ഞാനത് സമ്മതിക്കില്ല. കൃഷ്ണൻ കടിച്ചു പിടിച്ചു നിന്നു. കൃഷ്ണൻ എങ്ങനെ പറയും എനിക്ക് രാധയെ കാണണം? അവൾ എൻ്റെ പ്രാണനാണ്. പക്ഷേ ഞാൻ സാന്ദീപമുനിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. ബലരാമൻ പറഞ്ഞു, കൃഷ്ണ, ഞാൻ ദാ വൃന്ദാവനത്തിലേക്ക് പോവുകയാണ്. ഈ വൃന്ദാവനത്തിൽ ഞാൻ രാധയെ കാണുമ്പോൾ എന്തു പറയണം? നിന്റെ എന്തെങ്കിലും സന്ദേശം ഞാൻ പറയണോ കൃഷ്ണ? കൃഷ്ണൻ പറഞ്ഞു, രാധയോട് ഒരു കാര്യം മാത്രം പറയുക ജ്യേഷ്ഠ. രാധേ,
നിന്നോളം എന്നെ സ്നേഹിക്കാൻ ഈ ഭൂമിയിൽ ആർക്കും കഴിയത്തില്ല. എനിക്കും ഈ ലോകത്ത് ഏതെങ്കിലും ഒരു പെണ്ണിനെ സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ അത് നിന്നെ മാത്രമായിരിക്കും. ജ്യേഷ്ഠൻ ഇത്രയും പറഞ്ഞാൽ മതി. എൻ്റെ കൃഷ്ണ, എനിക്ക് നിന്നെ ഒട്ടും പിടികിട്ടുന്നില്ല. കൃഷ്ണനൊന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞ് അവളോട് പറയൂ, അവളെപ്പോലെ എന്നെ സ്നേഹിക്കാൻ ഈ ലോകത്തൊരു സ്ത്രീക്കും കഴിയില്ല. അതേപോലെ ഈ ലോകത്ത് ഏതെങ്കിലും ഒരു സ്ത്രീയെ പ്രണയിക്കാൻ ഈ കൃഷ്ണന് കഴിയുമെങ്കിൽ അത് രാധയെ മാത്രമായിരിക്കും. വേറെ ആരെയും എനിക്ക് പ്രണയിക്കാൻ കഴിയില്ല ജ്യേഷ്ഠ. അപ്പോൾ ബലരാമൻ പറഞ്ഞു, എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠനത് മനസ്സിലാകില്ല. അപ്പോൾ ബലരാമൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ വൃന്ദാവനത്തിലെ ജനങ്ങളോട് ഞാൻ എന്ത് സന്ദേശം പറയണം? അപ്പൊ കൃഷ്ണൻ ഒരു നിമിഷം കണ്ണുകൾ അടച്ചു നിന്നു. കൃഷ്ണന്റെ മനസ്സിൽ ആ വൃന്ദാവനമെല്ലാം വന്നു. കൃഷ്ണൻ പറഞ്ഞു, ജ്യേഷ്ഠൻ പറയൂ, ഞാൻ അവരെക്കുറിച്ച് തന്നെ ചിന്തിക്കുകയാണ്. ഞാൻ ജീവിക്കുന്നത് അവർക്ക് വേണ്ടി മാത്രമാണ്. ഞാൻ എന്നും അവരുടേതാണ്. ഞാൻ എവിടെയാണെങ്കിലും, ഞാൻ എവിടെ വസിച്ചാലും, ഞാൻ താമസിക്കുന്ന എൻ്റെ വീട് വൃന്ദാവനം തന്നെയായിരിക്കും ജ്യേഷ്ഠ. ജ്യേഷ്ഠൻ അവരോട് പറയൂ, ജ്യേഷ്ഠ, എൻ്റെ ഓരോ ശ്വാസം പോലും വൃന്ദാവനത്തിന് വേണ്ടിയാണ് ജ്യേഷ്ഠ. എൻ്റെ ഓരോ രോമകൂപങ്ങളിലും വൃന്ദാവനമാണെന്ന് പറയണം. ഓരോ ഗോപന്മാരോളം പ്രിയപ്പെട്ടതായിട്ട് എനിക്ക് യാതൊന്നുമില്ല എന്ന് പറയണം ജ്യേഷ്ഠ. എന്ന് മാത്രവുമല്ല, ജ്യേഷ്ഠൻ ഒന്നുകൂടി പറയണം, ഈ ദേശത്തിൻ്റെ ചക്രവർത്തി പദത്തിനേക്കാൾ ഞാൻ പ്രാധാന്യം കൽപ്പിക്കുന്നത് എൻ്റെ ഗോപന്മാരുടെ ഗോവിന്ദ എന്നുള്ള വിളിയിലാണ്. ഈ ജീവിതത്തിൽ കൊട്ടാരത്തിൽ കിടക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം യമുനയുടെ തീരത്തെ നികുഞ്ചത്ത് കിടക്കുന്നതാണ്. അതുകൊണ്ട് എൻ്റെ ജ്യേഷ്ഠൻ വൃന്ദാവനത്തിലുള്ളവരോട് പറയണം, കൃഷ്ണൻ നിങ്ങളെ സ്നേഹിക്കുന്നു, കൃഷ്ണൻ നിങ്ങളെ സ്നേഹിക്കുന്നു. കൃഷ്ണൻ മധുരയിൽ കിടന്നാലും അവന് വൃന്ദാവനമാണ്. അവൻ്റെ ശരീരം മാത്രമാണ് മറ്റു സ്ഥലങ്ങളിൽ. അവൻ്റെ ഹൃദയം വൃന്ദാവനത്തിലാണ്. അവൻ്റെ ഓരോ തുടുപ്പും വൃന്ദാവനത്തിലാണ്. പറയണം ജ്യേഷ്ഠ, ഇത് പറയണം ജ്യേഷ്ഠ എന്ന് പറഞ്ഞു. കൃഷ്ണന്റെ കണ്ണുകൾ വല്ലാതെ നിറഞ്ഞു വന്നു. കൃഷ്ണൻ നടന്നകന്നു. ഇതൊക്കെ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്ന ഒരാളുണ്ടായിരുന്നു, ശൈബ്യയ്ക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ശൈബ്യയുടെ കണ്ണിൽ തൻ്റെ ശ്രീകാല വാസുദേവനെ വധിച്ച കൃഷ്ണനാണ്, ഒരു കൊലയാളി കൃഷ്ണനെയാണ് സാക്ഷാൽ ശൈബ്യ കാണുന്നത്. പക്ഷേ വളരെ ദുർബലനായ കൃഷ്ണനെയാണ് ഇന്ന് ശൈബ്യ കണ്ടിരിക്കുന്നത്. അപ്പോൾ ശൈബ്യ ഒന്നും മിണ്ടാതെ നിന്നു. ബലരാമനാകട്ടെ തല കുലുക്കിക്കൊണ്ട് തനിക്ക് തൻ്റെ അനിയനെ മനസ്സിലാകുന്നില്ല എന്ന മട്ടിൽ മുന്നോട്ട് നടന്നു. അപ്പോൾ ഒരു വിളി കേട്ടു, ജ്യേഷ്ഠ. ബലരാമൻ തിരിഞ്ഞു നോക്കി. ശൈബ്യയെ ബലരാമൻ ഇഷ്ടമല്ല. കാരണം തരം കിട്ടുമ്പോഴൊക്കെ ശൈബ്യ ശ്രീകൃഷ്ണനെ കുറ്റപ്പെടുത്തുന്നു. കൃഷ്ണ, നീ ഒരു വാക്ക് പറയണം, ഇവളെ ഒറ്റയടിക്ക് ഞാൻ കൊല്ലും എന്ന് ബലരാമൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ബലരാമൻ ജ്യേഷ്ഠൻ പിന്നെ കൃഷ്ണന് പ്രിയപ്പെട്ടതായിട്ട് തന്നെ വെച്ചിരിക്കുകയാണ്. കൃഷ്ണൻ പറഞ്ഞതുകൊണ്ടാണ് ഒന്നും മിണ്ടാത്തത്. അപ്പോൾ ബലരാമൻ തിരിഞ്ഞു നിന്നിട്ട് ചോദിച്ചു, എന്താണ്? അപ്പോൾ ശൈബ്യ നടന്ന് അടുത്ത് വന്നിട്ട് ചോദിച്ചു, അല്ല, നിങ്ങൾ വൃന്ദാവനത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഏതാ ജ്യേഷ്ഠ ഈ വൃന്ദാവനം? അപ്പോൾ ഒരു നിമിഷം ശൈബ്യയുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ബാല്യകാലം വൃന്ദാവനത്തിലായിരുന്നു. ആ വൃന്ദാവനം എത്ര മനോഹരമായിരുന്നുവെന്നറിയാമോ? ആ വൃന്ദാവനത്തിൽ കിട്ടിയ സന്തോഷം പിന്നീട് ഒരിക്കലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടിയിട്ടില്ല. അപ്പോൾ ചോദിച്ചു, അത്രയ്ക്ക് മനോഹരമാണോ? അതെ, അത്രയ്ക്ക് മനോഹരമാണ്. കൃഷ്ണൻ കാലികളെ മേയിച്ച മേച്ചിൽപ്പുറങ്ങള്, ഞങ്ങൾ നീന്തിക്കുളിച്ച യമുനാ തടങ്ങള്, കൃഷ്ണൻ രാസലീല ഗോപികമാരുമൊത്താടിയ ആ രാസലീല പ്രദേശങ്ങള്, പിന്നെ കണ്ണൻ്റെ രാധ.
ശൈബ്യ പറഞ്ഞു, കണ്ണൻ്റെ രാധയോ? അതേ, കണ്ണൻ്റെ രാധ, അവൻ്റെ ഓടക്കുഴൽ നാദത്തിനായി കാത്തിരിക്കുന്ന രാധ. ശൈബ്യ പറഞ്ഞു, കൃഷ്ണൻ ഓടക്കുഴൽ വായിക്കുമെന്നോ? അവന് കൊല്ലാനല്ലേ അറിയാമോ? കൊല്ലാതെ അവന് മറ്റെന്തെങ്കിലും അറിയാമോ? എൻ്റെ അമ്മാവനെ എൻ്റെ മുമ്പിലിട്ട് നിഷ്കരുണം അവൻ വധിക്കുന്നത് ഞാൻ കണ്ടതാണ്. അപ്പോൾ ബലരാമൻ പറഞ്ഞു, ഞാനായിരുന്നെങ്കിൽ അവൻ്റെ മണ്ട, അവൻ്റെ ശിരസടിച്ച് ഞാൻ പൊട്ടിച്ചാനായിരുന്നു. അവനായതുകൊണ്ടാണ് ഔദാര്യം കാണിച്ചത്. എന്നിട്ട് മാന്യമായിട്ട് നിന്റെ അമ്മാവനെ സംസ്കരിച്ചില്ലേ? ഞാനാണെങ്കിൽ അങ്ങനല്ലായിരുന്നു, ആ നരകത്തിലേക്ക് അവനെ വലിച്ചെറിഞ്ഞേനായിരുന്നു. നിനക്കറിയില്ല കൃഷ്ണനെ, നിനക്കറിയില്ല കൃഷ്ണനെ. നീ ഇപ്പോൾ കാണുന്ന കൃഷ്ണനല്ല കൃഷ്ണൻ. കൃഷ്ണൻ അതിമനോഹരമായി ഓടക്കുഴൽ വായിക്കും. കൃഷ്ണന്റെ ഓടക്കുഴൽ നാദത്തിൽ വൃന്ദാവനം നിശ്ചലമാണ്. കാലികൾ പോലും ഇങ്ങനെ കാതോർത്തിരിക്കും. അവൻ ആ ഓടക്കുഴൽ വായിക്കുമ്പോൾ രാധ വരും, രാധ വരും. അപ്പൊ ചോദിച്ചു, ആരാണ് ഈ രാധ? ആരാണ് രാധയെന്നോ? അതേ, കൃഷ്ണന് പ്രിയപ്പെട്ടവൾ ശൈബ്യേ. ഒരു കാര്യം നീ മനസ്സിലാക്കുക, രാധയോളം കൃഷ്ണന് പ്രിയപ്പെട്ടതായി ഈ ഭൂമിയിൽ മറ്റാരുമില്ല ശൈബ്യേ, ഈ ഭൂമിയിൽ മറ്റാരുമില്ല. കൃഷ്ണനൊരു പ്രണയമോ? വിശ്വസിക്കാൻ പറ്റുന്നില്ല ശൈബ്യക്ക്. അപ്പോൾ പറഞ്ഞു, പ്രണയമോ? അവരുടെ പ്രണയം ഈ ലോകത്തിന് മുഴുവൻ മാതൃകയാണ് ശൈബ്യേ. നിനക്കറിയില്ല രാധയെ. എന്നിട്ട് പറഞ്ഞു, ശൈബ്യേ, നിനക്ക് പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. എൻ്റെ രാധയുടെ സൗന്ദര്യത്തിന് മുന്നിൽ നീ ഒന്നുമല്ല. ഒന്നാമത് ബലരാമൻ ജ്യേഷ്ഠന് ശൈബ്യയെ ഇഷ്ടവുമല്ല. അതുകൊണ്ട് അല്പം മനഃപൂർവ്വമാണ് പറഞ്ഞത്. ശൈബ്യേ, നിന്റെ കോടി 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 ഇരട്ടി സൗന്ദര്യമാണ് രാധയ്ക്ക്. രാധയുടെ മുന്നിൽ നീ നിഷ്പ്രഭമാണ് ശൈബ്യേ. ശൈബ്യയുടെ മുഖം ഒന്നു മങ്ങി. ബലരാമൻ ജ്യേഷ്ഠൻ അത് കണ്ടു. കണ്ടിട്ട് പറഞ്ഞു, നീ കാണണം രാധയെ, നീ കാണണം രാധയെ. അവളുടെ ശരീരം മാത്രമല്ല, അവളുടെ മനസ്സും അതീവ സുന്ദരമാണ്. പക്ഷേ ശൈബ്യേ, നിന്റെ മനസ്സ് സുന്ദരമാണോ? നീ ആലോചിച്ചു നോക്ക്. ഒരു വിഡ്ഢിയ ദൈവത്തെ പോലെ ആരാധിച്ചവളാണ് നീ. പക്ഷേ എൻ്റെ രാധ അതല്ല. അവളുടെ സർവസ്വവും കൃഷ്ണനാണ്, അവളുടെ സർവസ്വവും കൃഷ്ണനാണ്. ഒരു അത്ഭുത കഥ കേൾക്കുന്നത് പോലെ ശൈബ്യ കേൾക്കുകയാണ്, ശൈബ്യ കേൾക്കുകയാണ്. ശൈബ്യയെ നിനക്കറിയാമോ? ഞങ്ങൾ വൃന്ദാവനം വിട്ട ദിവസം, ഞങ്ങൾ വൃന്ദാവനം വിട്ട ദിവസത്തെക്കുറിച്ച് നിനക്കറിയാമോ ശൈബ്യേ? വൃന്ദാവനം വിടുന്നതിന് മുമ്പ് കൃഷ്ണൻ താലിയുമായി രാധയെ വിവാഹം കഴിക്കാൻ പോയതാണ്. അവിടെ വെച്ച് അവളുടെ കഴുത്തിൽ താലി കെട്ടിയിട്ട് അവൻ പറഞ്ഞു, ഈ പാൽക്കാരി പെണ്ണാണ് എനിക്ക് പ്രിയപ്പെട്ടത്, ഈ പാൽക്കാരി പെണ്ണാണ് എനിക്ക് പ്രിയപ്പെട്ടതെന്ന് പറഞ്ഞു. എന്നിട്ട് നീ ഒന്നും കൂടെ മനസ്സിലാക്കുക, ഒന്നും കൂടെ നീ മനസ്സിലാക്കുക. അവൻ പറഞ്ഞു, ഞാൻ അവിടെ നിന്നിറങ്ങുമ്പോൾ രാധേ, നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് വീണാൽ ഞാൻ മധുരയ്ക്ക് പോകില്ല എന്ന്. അവന് മധുരയ്ക്ക് അയക്കുന്നതിന് വേണ്ടി വേണ്ടേ സകല സങ്കടങ്ങളും കടിച്ചമർത്തി. കൃഷ്ണന്റെ രഥം നീങ്ങിയപ്പോൾ ചുണ്ട് കടിച്ചു പൊട്ടിച്ചവളാണ് രാധ. അവളുടെ മുമ്പിൽ ശൈബ്യേ നീ ഒന്നുമല്ല. നിനക്കറിയാമോ, കൃഷ്ണന്റെ സർവസ്വവുമാണ് ഓടക്കുഴല്, കൃഷ്ണന്റെ ഹൃദയമാണ് ഓടക്കുഴല്. ആ ഓടക്കുഴൽ വായനയിൽ പ്രപഞ്ചം പോലും നിശ്ചലമാകും ശൈബ്യേ. അവൻ അവിടെ നിന്നിറങ്ങുമ്പോൾ ആ ഓടക്കുഴല് രാധയ്ക്ക് കൊടുത്തിട്ട് വന്നു. അവൾ അതിന്നും അവളുടെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടാണ് ഉറങ്ങുന്നത്. അവൻ കൊടുത്തത് ഓടക്കുഴലല്ല, അവൻ്റെ ഹൃദയമാണ്, അവൻ്റെ ഹൃദയമാണ്. എൻ്റെ അനുജനെ മനസ്സിലാക്കാൻ എനിക്ക് പോലും കഴിയുന്നില്ല ശൈബ്യേ, പിന്നെ നിന്നെ ഞാൻ കുറ്റം പറയുന്നില്ല. ഒന്ന് നീ ആലോചിക്കുക, അസാധാരണമായ ഒരു പ്രണയ കഥയിലെ നായകനാണ് എൻ്റെ അനുജൻ. അവൻ ഇനി ഒരിക്കലും ആ രാധയെ പിരിഞ്ഞതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, അവൻ ഇനി ഒരിക്കലും ഓടക്കുഴൽ വായിക്കില്ല. അത്രയും പറഞ്ഞിട്ട് ബലരാമൻ നടന്നകന്നു. ശൈബ്യ നിശ്ചലയായി നിൽക്കുകയാണ്. ശൈബ്യ വിചാരിക്കുകയാണ്, എനിക്ക് മനസ്സിലാകുന്നില്ല, എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ മനുഷ്യൻ ഓടക്കുഴൽ വായിക്കുമത്രേ. ഒടുവിൽ ഒരു പെണ്ണിന് വേണ്ടി ഓടക്കുഴൽ വായന നിർത്തിയത്രേ. അത്രയ്ക്ക് പ്രണയമോ ഈ മനുഷ്യന്റെ മനസ്സിൽ, അത്രയ്ക്ക് പ്രണയമോ ഈ മനുഷ്യന്റെ മനസ്സിൽ.
മനസ്സിൽ. അപ്പോൾ ശൈബ്യ വല്ലാതെ അമ്പരന്ന് നിന്നുപോയി. ഈ സമയത്ത് ബലരാമനും കൂട്ടരും, ബലരാമൻ ജ്യേഷ്ഠനും കൂട്ടരും വൃന്ദാവനത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ ബലരാമനും കൂട്ടരും വൃന്ദാവനത്തിലേക്ക് എത്തി. അപ്പോൾ ദൂരെ നിന്ന് ഈ രഥം വരുന്നത് കണ്ട് ഗോപന്മാരും ഗോപികമാരും ആർത്തലച്ചുകൊണ്ട് വന്നു. അവർ പറഞ്ഞു, കൃഷ്ണനും ബലരാമനും ജ്യേഷ്ഠനും വരുന്നേ, കൃഷ്ണനും ബലരാമൻ ജ്യേഷ്ഠനും വരുന്നേ. അവരുടെ മുന്നിൽ അവരിങ്ങനെ വരുന്നത് കണ്ടപ്പോൾ തന്നെ ബലരാമൻ ജ്യേഷ്ഠന് മനസ്സിലായി, ഈ വരക്കം കൃഷ്ണനെ കാണാനാണ്. കൃഷ്ണനില്ലാതെ വരുമ്പോൾ എന്താണ് അവരുടെ മുഖഭാവം? ഗോപന്മാരും ഗോപികമാരും ഓടി വരികയാണ്. അവരുടെ മുന്നിൽ രഥം നിന്നു. അവര് രഥത്തിലേക്ക് നോക്കി. പെട്ടെന്ന് അവരുടെ മുഖം വാടി. കൃഷ്ണനില്ല. അവരൊന്നിച്ചു ചോദിച്ചു, ബലരാമൻ ജ്യേഷ്ഠ, കൃഷ്ണൻ എവിടെ ബലരാമൻ ജ്യേഷ്ഠ? ബലരാമൻ ജ്യേഷ്ഠൻ പറഞ്ഞു, നോക്കൂ, അവൻ വരാനായിട്ടിരുന്നത്. അപ്പോഴാണ് സാന്ദീപ മുനിയാണ് അവനെ വിലക്കിയത്. ഇവിടെ മധുരയിൽ രഥോത്സവം നടക്കുന്നു. ഏത് സമയത്തും ജരാസന്ധൻ ആക്രമിക്കപ്പെടാം. അവിടെയുള്ള യോദ്ധാക്കൾക്ക് ആയുധ പരിശീലനം സാന്ദീപ മുനി കൊടുക്കുന്നു. അതുകൊണ്ട് കൃഷ്ണൻ അവിടെ ഉണ്ടാകണമെന്ന് സാന്ദീപ മുനി പറഞ്ഞു. അതുകൊണ്ടാണ് അവൻ വരാത്തത്. പക്ഷേ അവൻ നിങ്ങൾക്ക് സന്ദേശം അയച്ചിട്ടുണ്ട്. അവൻ്റെ പ്രാണനാണ് നിങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ഗോപന്മാരെയും ഓരോ ഗോപികമാരെയും അവൻ പേരെടുത്ത് പറഞ്ഞ് നിങ്ങളുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ പറഞ്ഞു. അവൻ ഒന്നും കൂടെ പറഞ്ഞയച്ചു, ഗോപികമാരോട് പറയണം, ഞാൻ നിങ്ങളുടെ പഴയ ഗോവിന്ദനാണ്. എന്നെ നിങ്ങൾ ഒരിക്കലും ഒരു രാജാവായോ കൃഷ്ണനായോ കാണരുത്. എന്നെ ഗോവിന്ദനായി കാണണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗോപികമാര് പറഞ്ഞു, ദുഷ്ടനാണ്, ഞങ്ങളെ കാണാൻ ഇതുവരെയും വന്നിട്ടില്ല. ഒരു വാക്കുപോലും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് അവനെ കാണാതെ ഹൃദയം പൊട്ടുന്ന വേദനയുണ്ട്. വേണ്ട, വരണ്ട കൃഷ്ണൻ. ഗോപികമാര് എല്ലാവരും പിന്തിരിഞ്ഞു പോയി. അവരുടെ ദുഃഖം കണ്ട് ബലരാമൻ ജ്യേഷ്ഠൻ പോലും വല്ലാതായി. അപ്പോഴാണ് ബലരാമൻ ജ്യേഷ്ഠൻ ശ്രദ്ധിക്കുന്നത്, അല്പം ദൂരെ മാറി ഒരു സ്ത്രീ രൂപം, രാധ. അല്പം മാറി അങ്ങനെ നിൽക്കുകയാണ് രാധാറാണി. ബലരാമൻ നടന്നടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, രാധേ, കൃഷ്ണന്റെ ഒരു സന്ദേശമുണ്ട്. അവൻ പറഞ്ഞിരിക്കുന്നു, ഈ ലോകത്ത് നിന്നോളം അവനെ സ്നേഹിക്കാൻ ആർക്കും കഴിയില്ല. ഈ ലോകത്ത് അവന് പ്രണയിക്കാൻ ഒരേ ഒരു സ്ത്രീയെ കഴിയൂ, അത് നീയാണ്. ഇന്ന് അവന് വരാൻ പറ്റാത്തതാണ് രാധേ. അപ്പോൾ രാധാറാണി ബലരാമൻ ജ്യേഷ്ഠൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ബലരാമൻ ജ്യേഷ്ഠ, അങ്ങ് നിഷ്കളങ്കനാണ്. അങ്ങ് എത്ര പരിശ്രമിച്ചാലും അങ്ങേക്ക് കള്ളം പറയാൻ കഴിയില്ല. ബലരാമൻ ജ്യേഷ്ഠ, ഞാനൊരു കാര്യം പറയട്ടെ, കൃഷ്ണൻ ഒരിക്കലും വൃന്ദാവനത്തിലേക്ക് വരാൻ പോകുന്നില്ല. അത്രയും പറഞ്ഞിട്ട് രാധാറാണി ഒന്ന് നടന്നു. എന്നിട്ട് തിരിഞ്ഞു നിന്നിട്ട് രാധാറാണി പറഞ്ഞു, ദേവകി മാതാവ് വന്നിരുന്നു, ഞങ്ങളുടെ വിവാഹം ഉറപ്പിക്കാമെന്നും പറഞ്ഞു. പക്ഷേ ജ്യേഷ്ഠ, ഒരിക്കലും അവൻ എന്നെ വിവാഹം കഴിക്കില്ല. അവൻ ഒരിക്കലും വൃന്ദാവനത്തിലേക്ക് തിരിച്ചു വരികയുമില്ല. അത്രയും പറഞ്ഞ് രാധാറാണി ബലരാമനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് രാധാറാണി നടന്നുപോയി. പക്ഷെ ആ പുഞ്ചിരിയിൽ 1000 ദുഃഖമുണ്ട്. രാധാറാണി ഇങ്ങനെ നടന്നു പോവുകയാണ്. ബലരാമൻ രാധാറാണിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ. രാധാറാണി കണ്ണിൽ നിന്ന് മറയുന്നത് വരെ ബലരാമൻ ജ്യേഷ്ഠൻ നിന്നു.
ഈ സമയത്ത് ഗോപന്മാരവിടെ നിന്നു. ബലരാമൻ ജ്യേഷ്ഠൻ പറഞ്ഞു, എന്താണ് യമുന കാണിക്കുന്നത്? വരൂ എൻ്റെ കൂടെ. അവരെല്ലാം ബലരാമൻ ജ്യേഷ്ഠന്റെ കൂടെ ചെന്നു. യമുനയുടെ അടുത്ത് പറഞ്ഞു, യമുനെ, നീ ഇവിടുത്തെ കൃഷിസ്ഥലങ്ങളിലൂടെ ഗതി മാറി ഒഴുകണം. വൃന്ദാവനം കരിഞ്ഞുണങ്ങാൻ ഞാൻ അനുവദിക്കില്ല. അപ്പൊ യമുനാ നദിക്ക് അല്പം അഹന്ത വന്നു. യമുനാ നദി പറഞ്ഞു, ഇല്ല, എനിക്കൊരു കാരണവശാലും അങ്ങനെ പോകാൻ പറ്റില്ല. ബലരാമൻ പറഞ്ഞു, എന്ത് അത്രയ്ക്കായോ നിന്റെ ധിക്കാരം? കലപ്പ വെച്ച് ആ യമുനയുടെ മാറിലേക്കാഞ്ഞു വെട്ടി കൈത്തോട് നിർമ്മിക്കാൻ പോയി. പെട്ടെന്ന് യമുനാദേവി വന്നു. യമുനാദേവി വന്നിട്ട് പറഞ്ഞു, പൊറുക്കണം, തെറ്റു പൊറുക്കണം. ഞങ്ങൾ വേണമെന്നും പറഞ്ഞ് ചെയ്തതല്ല. കൃഷ്ണനെ കാണാൻ ഒരാഗ്രഹം തോന്നി. അപ്പോൾ ഞാൻ ഗതി മാറി ഒഴുകിയാൽ അവൻ വരുമെന്ന് തോന്നി. അപ്പോൾ ഞങ്ങൾക്ക് അവനെ കാണാം. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. പക്ഷേ അവൻ വന്നില്ല. എങ്കിലും അങ്ങയെ കണ്ടല്ലോ. കൃഷ്ണനോട് പറയൂ, ഞങ്ങൾക്കെല്ലാം കൊതിയുണ്ടെന്ന് കാണാൻ. ഒരിക്കൽ കൂടി അവൻ വന്ന് ഈ യമുനയിൽ എന്നിലൊന്ന് മുങ്ങിക്കുളിച്ച് എന്നെ ധന്യയാക്കാൻ പറയണം. അത്രയും പറഞ്ഞിട്ട് ജ്യേഷ്ഠനോട് പറഞ്ഞു, ജ്യേഷ്ഠൻ എന്നെ ഇഷ്ടമുള്ളിടത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ തന്നെ ബലരാമൻ കൃഷിസ്ഥലത്തേക്ക് യമുനയെ തിരിച്ചുവിട്ടു. യമുന പൂർണ്ണ സമ്മതത്തോടുകൂടി ഒഴുകി. അവിടെയുള്ള ആളുകളെല്ലാം കൂടെ ചേർന്ന് ബലരാമൻ ജ്യേഷ്ഠനെ പൊക്കിയെടുത്തു. ബലരാമൻ ജ്യേഷ്ഠൻ കീ ജയ്, ബലരാമൻ ജ്യേഷ്ഠൻ കീ ജയ്, ബലരാമൻ ജ്യേഷ്ഠൻ കീ ജയ്. യശോദാമ്മ നോക്കിയപ്പോൾ വലിയ ഒരാരവം. ബലരാമൻ വരുന്നു. ബലരാമൻ വന്ന് യശോദാമ്മയെ നമിച്ചു. അതോടൊപ്പം രോഹിണി മാതാവിനെയും നമിച്ചു. അതോടൊപ്പം തന്നെ നന്ദഗോപര് വന്നു, അദ്ദേഹത്തെയും നമിച്ചു. അപ്പൊ യശോദാമ്മ ചോദിച്ചു, കൃഷ്ണൻ എവിടെ? അപ്പോൾ ബലരാമൻ ജ്യേഷ്ഠൻ പറഞ്ഞു, വരാൻ പറ്റാത്തത് കൊണ്ടാണ്. കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു, അമ്മേ, ഇന്ന് തന്നെ എനിക്ക് പോകണം. അപ്പോൾ രണ്ടമ്മമാരും, രോഹിണി മാതാവും യശോദാമ്മയും ബലരാമൻ ജ്യേഷ്ഠനെ ചുംബിച്ചു. എന്നിട്ട് നന്ദഗോപര് ഒന്ന് ചേർത്ത് നിർത്തി. എന്നിട്ട് ചോദിച്ചു, അമ്മേ, ഞാൻ കൃഷ്ണൻ എന്തെങ്കിലും ഒരു സന്ദേശം അയക്കണോ? അപ്പോൾ പറഞ്ഞു, അവനെ കാണാൻ കൊതിയാകുന്നു എന്ന് പറയുക. നന്ദഗോപരെടുത്ത് ചോദിച്ചു, ഞാൻ എന്തെങ്കിലും സന്ദേശം അയക്കണോ? അപ്പോൾ നന്ദഗോപര് പറഞ്ഞു, ഒറ്റ കാര്യം മാത്രം പറഞ്ഞാൽ മതി, രാധയെ മറക്കരുത്. ബലരാമൻ ജ്യേഷ്ഠൻ ഞെട്ടിപ്പോയി. ബലരാമൻ ജ്യേഷ്ഠൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു മറുപടി. ബലരാമൻ ജ്യേഷ്ഠനോട് പറഞ്ഞു, ഒരേ ഒരു കാര്യം, രാധയെ മറക്കരുത്. ബലരാമൻ ജ്യേഷ്ഠൻ വൃന്ദാവനത്തിൽ നിന്ന് വരികയാണ്, മടങ്ങുകയാണ്. സത്യത്തിൽ ബലരാമൻ ജ്യേഷ്ഠൻ വല്ലാതെ ദുർബലനായിപ്പോയി. അവരുടെ സ്നേഹപ്രകടനങ്ങൾ കണ്ട് ദുർബലനായിപ്പോയി. അങ്ങനെ ബലരാമൻ ജ്യേഷ്ഠൻ ഇതാ വൃന്ദാവനം വിടുകയാണ്. കൃഷ്ണനില്ലാതെ ആദ്യമായി വൃന്ദാവനം വിടുകയാണ് ബലരാമൻ ജ്യേഷ്ഠൻ. ഈ സമയത്ത് നമുക്ക് മധുരയിലേക്ക് പോകാം. മധുരയില് ബൃഹദ്ബലൻ, സത്രാജിത്ത്, സാത്യകി ഇവരെല്ലാം ഒരു വലിയ ഗൂഢാലോചനയിലാണ്. കൃഷ്ണൻ തിരിച്ചു വന്നിരിക്കുന്നു. കൃഷ്ണന് രാജ്യാധികാരം കിട്ടാൻ പറ്റില്ല. അപ്പൊ സത്രാജിത്ത് പറഞ്ഞു, നീ പോയി കൃഷ്ണനെ കൂട്ടിക്കൊണ്ടുവരൂ, നമുക്ക് ബൃഹദ്ബലനെ തന്നെ ഇവിടെ രാജാവാക്കണം. അപ്പൊ സാത്യകി ചെന്നു കൃഷ്ണനെ കൂട്ടിക്കൊണ്ടുവന്നു. അപ്പോൾ കൃഷ്ണൻ എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു. പക്ഷെ എല്ലാവരുടെയും മുഖത്തൊരു അല്പം ദേഷ്യഭാവവും നീരസവും ഉണ്ടായിരുന്നു. അപ്പൊ സത്രാജിത്ത് പറഞ്ഞു, കൃഷ്ണ, ഇവിടെ ഈ രഥോത്സവം എന്തിനാണ് നടത്തുന്നത്? എനിക്കത് ഇഷ്ടമല്ല. അപ്പോൾ പറഞ്ഞു, ഞാനല്ല നടത്തുന്നത് രാജാവാണ്. നിന്റെ അഭിപ്രായമല്ലേ രാജാവ് നടത്തുന്നത്? ഞാൻ രാജാവിനോടൊന്നും പറയാറില്ല. എന്നോട് അഭിപ്രായം ചോദിച്ചാൽ മാത്രമേ ഞാൻ പറയൂ. അത് നിർത്തിവെച്ചുകൂടെ? അത് നിർത്തിവെച്ചാൽ ജനങ്ങൾ തിരിയും. ജനങ്ങൾക്കെല്ലാം ഇഷ്ടമാണ് എന്ന് മാത്രവുമല്ല, ജരാസന്ധന്റെ ആക്രമണം ഉണ്ടാകാം. ആ ആക്രമണ സമയത്ത് അതിനെ തടുത്തു നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മളും സുസജ്ജമാകണം. അപ്പോൾ സത്രാജിത്ത് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നീ എന്തിനാണ് ജരാസന്ധൻ അന്ന് ബലരാമൻ ജരാസന്ധനെ കൊല്ലാൻ പോയപ്പോൾ അനുവദിക്കാതിരുന്നത്? അത് മറ്റൊന്നും കൊണ്ടല്ല. ജരാസന്ധനെ അന്ന് വധിച്ചിരുന്നെങ്കിൽ
ജരാസന്ധനെ ഇഷ്ടപ്പെടുന്ന സഖ്യകക്ഷികൾ എല്ലാവരും കൂടെ വന്ന് മധുരയെ ആക്രമിച്ചു ഭസ്മമാക്കിയതിനായിരുന്നു. ആ വാദം സാത്യകിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് വിരാടൻ പറഞ്ഞു, നോക്കൂ, ഞങ്ങൾക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ ബൃഹദ്ബലൻ മധുരയുടെ യുവരാജാവാകുന്നതിൽ എന്തെങ്കിലും വിഷമമുണ്ടോ? നിന്റെ കൂടെ നിഴല് പോലെ നടക്കുന്ന ഉദ്ധവന്റെ ജ്യേഷ്ഠനാണല്ലോ, നിനക്കെന്തെങ്കിലും വിഷമമുണ്ടോ? കൃഷ്ണനൊന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ബൃഹദ്ബലൻ ധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കുമെങ്കിൽ നിശ്ചയമായും ബൃഹദ്ബലൻ യുവരാജാവാകുന്നത് എനിക്കിഷ്ടമാണ്. സത്യവും ധർമ്മവും ബൃഹദ്ബലൻ പാലിക്കുമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു, നിശ്ചയമായും ബൃഹദ്ബലൻ ഇവിടുത്തെ യുവരാജാവായിരിക്കും. ഒരു നിമിഷം എല്ലാവരും ഞെട്ടിപ്പോയി. ഇത്ര പെട്ടെന്ന് കൃഷ്ണൻ സമ്മതിക്കുമെന്ന് അവരാരും കരുതിയിരുന്നില്ല. കൃഷ്ണൻ നടന്നകന്നു. ഈ സമയത്ത് അങ്ങോട്ടേക്ക് ശ്വേതകേതു വന്നു. ശ്വേതകേതു മധുരയിൽ നിന്ന് വന്നതാണ്. അപ്പൊ ശ്വേതകേതു കൃഷ്ണനെ കണ്ടിട്ട് പറഞ്ഞു, കൃഷ്ണ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. കൃഷ്ണൻ ചോദിച്ചു, എന്താണ് ശ്വേതകേതു? അപ്പൊ ശ്വേതകേതു പറഞ്ഞു, രുക്മിണിയുടെ സ്വയംവരം നിശ്ചയിച്ചിരിക്കുന്നു. ഇനി 3 മാസമേ ഉള്ളൂ. വസന്തോത്സവത്തിലെ മാഘമാസത്തിലെ പഞ്ചമി നാളിലാണ് വിവാഹം നടക്കാൻ പോകുന്നത്. സ്വയംവരമാണ് കൃഷ്ണ. എല്ലാ ആൾക്കാരെയും വിളിച്ചു കഴിഞ്ഞിരിക്കുന്നു, സകലരെയും ക്ഷണിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ രാജകുമാരി രുക്മിണിക്ക് ഇതിനകത്ത് താല്പര്യമില്ല. ഇതിനെല്ലാം മുൻകൈയെടുക്കുന്നത് ജരാസന്ധനാണ്. ദമഘോഷന്റെ പുത്രൻ ശിശുപാലനെ കൊണ്ട് രുക്മിണിയെ വിവാഹം കഴിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ജരാസന്ധൻ മത്സരിക്കത്തില്ല എന്ന് ഉറപ്പുള്ള രാജാക്കന്മാരെ മാത്രമാണ് ക്ഷണിച്ചിരിക്കുന്നത്. ജരാസന്ധന്റെ ഉദ്ദേശം രണ്ടാണ്. ഒന്ന്, ദമഘോഷനുമായിട്ട് എന്തു ചെയ്യുക, ദമഘോഷനുമായിട്ടൊരു സഖ്യമുണ്ടാക്കുക എന്ന് മാത്രവുമല്ല, വിദർഭയെ സംബന്ധിച്ചിടത്തോളം വിദർഭയിലെ തൻ്റെ പൗത്രിയായ ആപ്നിയെ എന്തു ചെയ്യുക, രുക്മിക്ക് വിവാഹം കഴിച്ചു കൊടുത്ത് അങ്ങനെ വിദർഭയെയും ദമഘോഷനെയും തൻ്റെ കൂടെ നിർത്തുക. അതിനുശേഷം മധുരയെ ആക്രമിക്കുക. ഇതാണ് തന്ത്രം. പക്ഷേ ഇവിടെ ഒരു വലിയ അപമാനമുണ്ട് കൃഷ്ണ. കൃഷ്ണൻ ചോദിച്ചു, എന്താണ് ആ അപമാനം? അതോ, എല്ലാവരെയും ക്ഷണിച്ചു, പക്ഷേ മധുരയെ മാത്രം ക്ഷണിച്ചിട്ടില്ല. ഇത് അപമാനമാണ്. യാദവന്മാരെ അപമാനിച്ചിരിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ടാണ് സത്രാജിത്തും സാത്യകിയും വന്നു. സാത്യകി പറഞ്ഞു, കൃഷ്ണ, എന്താ വേണ്ടത്? എന്താ വേണ്ടത്? ഭീഷ്മകൻ നമ്മളെ അപമാനിച്ചിരിക്കുന്നു. കൃഷ്ണൻ പറഞ്ഞു, രാജ്യസഭ കൂടട്ടെ. അടുത്ത ദിവസം രാജ്യസഭ കൂടി. എല്ലാവരും നിന്നു. അപ്പോൾ അവര് പറഞ്ഞു, നോക്കൂ, വിദർഭയിലെ രുക്മിണിയുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. സകല ആൾക്കാരെയും ക്ഷണിച്ചു കഴിഞ്ഞു, എല്ലാവരെയും ക്ഷണിച്ചു കഴിഞ്ഞു. പക്ഷേ മധുരയിലെ യാദവന്മാരെ മാത്രം ക്ഷണിച്ചിട്ടില്ല. ഇത് യാദവന്മാർക്കേറ്റ അപമാനമാണ്. എന്താണ് ഇതിനൊരു പരിഹാരം? സാത്യകിയുടെ ചോര തിളച്ചു. സാത്യകി പറഞ്ഞു, എന്താ പരിഹാരമെന്നോ? പരിഹാരം ഇനി വേറൊന്നും നിശ്ചയിക്കേണ്ട കാര്യമില്ല. നമ്മൾ അവിടെ പോകുന്നു, സ്വയംവര പന്തലിൽ നിന്ന് രുക്മിണിയെ അപഹരിക്കുന്നു. അങ്ങനെ ആദ്യത്തെ സംഭവമൊന്നും അല്ലല്ലോ. പണ്ട് കാശി രാജാവിൻ്റെ പുത്രിയെ സാക്ഷാൽ ഭീഷ്മര് തന്നെ സ്വയംവര പന്തലിൽ നിന്ന് കൊണ്ടുപോയില്ലേ? അപ്പൊ വൃദ്ധനായ മന്ത്രി വിക്രതു പറഞ്ഞു, അത് ആപത്താണ്. കാരണം ജരാസന്ധനാണ് എല്ലാം നിശ്ചയിക്കുന്നത്. അതോടുകൂടി ജരാസന്ധൻ നമുക്കെതിരാകും. അയാൾ ഉടനെ മധുരയെ ആക്രമിക്കും. നമുക്ക് തടുത്തു നിർത്താൻ പറ്റില്ല. ശംഖു പറഞ്ഞു, അങ്ങ് ശരിയാണ്. പക്ഷേ നമ്മൾ ഈ അപമാനം സഹിച്ചു പോയാൽ യാദവരുടെ വീര്യം കുറയും. ഇനി 3 മാസത്തെ സമയമുണ്ട്. നമുക്ക് സൈന്യത്തെ സുസജ്ജമാക്കി മാറ്റാൻ പറ്റും. അപ്പൊ ഉഗ്രസേനൻ പറഞ്ഞു, മകനെ കൃഷ്ണ, നീ എന്താണ് ഒന്നും മിണ്ടാത്തത്? നിനക്കൊരു അഭിപ്രായവുമില്ലേ? അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, ഭീഷ്മക രാജാവ് പറഞ്ഞത് ശരിയാണ്. ശരിയോ? സദസ്സ് മുഴുവൻ ഞെട്ടി. ബൃഹദ്ബലനൊന്ന് നോക്കി. അപ്പോൾ പറഞ്ഞു, അതേ ശരിയാണ്. ഇവിടെ സ്വയംവരത്തിന് വേണ്ടിയാണ് അവിടെ ക്ഷണിക്കുന്നത് രാജാവിനെ. ഇവിടെ അങ്ങ് ഉഗ്രസേനല്ലേ രാജാവ്, അങ്ങയെ സ്വയംവരത്തിന് ക്ഷണിക്കാൻ പറ്റുമോ?
സ്വയംവരത്തിന് ക്ഷണിക്കണമായിരുന്നു എങ്കിൽ അങ്ങൊരു യുവരാജാവിനെ ഇവിടെ വാഴിക്കണമായിരുന്നു. നമുക്കൊരു യുവരാജാവില്ല, അതാണ് പറ്റിയത്. അതുകൊണ്ട് നമുക്കൊരു യുവരാജാവ് വേണം. അപ്പോൾ ഉഗ്രസേനൻ ചോദിച്ചു, നീ ഇല്ലേ ഇവിടെ രാജാവായിട്ട് കൃഷ്ണ? നീ ചക്രവർത്തിക്ക് തുല്യമല്ലേ? കൃഷ്ണൻ പറഞ്ഞു, എനിക്ക് എന്നും ആ ആട്ടിടയനായിട്ടിരുന്നാൽ മതി, അതിനപ്പുറത്തേക്ക് എനിക്ക് യാതൊന്നും വേണ്ട. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നു, ഇവിടെ യുവരാജാവാകാൻ ബൃഹദ്ബലനുണ്ട്. ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ബൃഹദ്ബലനെ യുവരാജാവാക്കാൻ ആഗ്രഹിച്ചില്ലേ? ബൃഹദ്ബലൻ യുവരാജാവാകട്ടെ. അപ്പോൾ ബൃഹദ്ബലന്റെ കൂടെ നിന്നവർക്കും സന്തോഷമായി. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ബൃഹദ്ബലനെ യുവരാജാവായി തെരഞ്ഞെടുത്തിട്ട് ഭീഷ്മകന്റെ കുണ്ഠിനപുരത്തിലേക്ക് ഒരു സന്ദേശം വിടുക. ഞങ്ങൾ യുവരാജാവായി ബൃഹദ്ബലനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്വയംവരത്തിന് ബൃഹദ്ബലനെ ക്ഷണിക്കണം. അവൻ അതിനർഹനാണ്. ഇല്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം നേരിടേണ്ടി വരും. ബൃഹദ്ബലൻ ഭയന്നുപോയി. ബൃഹദ്ബലൻ പറഞ്ഞു, എന്തായി പറയുന്നത്? അതെ, നീ യുവരാജാവായി നിന്നെ വാഴിക്കാൻ പോവുകയാണ്. നീ യുവരാജാവായി കഴിയുമ്പോൾ നമുക്ക് സന്ദേശം അയക്കാം, നമുക്ക് അവിടെ പോകണം. അവർ വിളിച്ചില്ലെങ്കിൽ സ്വയംവര പന്തലിൽ നിന്ന് കൊണ്ടുവരണം. അപ്പോൾ പറഞ്ഞു, ജരാസന്ധനും കൂട്ടരുമാണ് നടത്തുന്നത്. കൃഷ്ണൻ പുഞ്ചിരിച്ചു. അതിനെന്താണ്? അപ്പോൾ കൃഷ്ണ, നീ കൂടെ വരുമോ? ഞാനോ ഒരു കന്യകയെ അവളുടെ അനുവാദമില്ലാതെ അപഹരിക്കാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷേ എൻ്റെ ജ്യേഷ്ഠൻ ബലരാമൻ വരും, ഉദ്ധവൻ വരും. നിശ്ചയമായും നിനക്ക് അവിടുന്ന് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ അവൾ നിന്നെ വിവാഹം കഴിക്കാൻ പൂർണ്ണ സമ്മതമാണെങ്കിൽ ജരാസന്ധനെ എതിരിടാൻ ഈ ഞാനും ഉണ്ടായിരിക്കും. ബൃഹദ്ബലന്റെ മനസ്സ് മന്ത്രിച്ചു, ഇതൊരു കെണിയാണ്. കൃഷ്ണൻ സൂത്രശാലിയാണ്, എന്നെ കൊലയ്ക്ക് കൊടുക്കുകയാണ്. ഇതിനാണ് ഇവൻ എന്നെ യുവരാജാവാക്കാൻ പറഞ്ഞത്. ഞാനൊരു ബലിയാടാണ്. ബൃഹദ്ബലൻ അവിടുന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ സാത്യകിയും മറ്റും കൂടെ ചെന്നു. അപ്പൊ സാത്യകി ചോദിച്ചു, എന്താ പറ്റിയത്? എന്തെന്നോ? അവൻ നമുക്കെതിരെ കെണി വെച്ചിരിക്കുകയാണ്. അപ്പൊ ചോദിച്ചു, എന്ത് കെണിയെന്നോ? അവൻ എന്നെ രാജാവാക്കിയിട്ട് പറയുകയാണ് രുക്മിണിയെ അപഹരിക്കാൻ പോകാൻ. രുക്മിണിയെ അപഹരിക്കാൻ പോയാൽ ജരാസന്ധൻ അവിടെ വെച്ച് നമ്മളെ വധിക്കും. സാത്യകി പറഞ്ഞു, ഭീരു, നീ ഭീരുത്വം പറയുന്നു. ഇത് കെണിയല്ല, നമുക്ക് പോകണം, ഞാനുണ്ടാകും മുമ്പില്. ബൃഹദ്ബലൻ പറഞ്ഞു, ജയിക്കാൻ ഒരല്പം പോലും സാധ്യതയില്ലാത്ത ഒരു യുദ്ധത്തിനാണ് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, നീ അങ്ങനെ പറയരുത്. ബൃഹദ്ബലൻ പറഞ്ഞു, യുവരാജാവായിട്ട് എന്നെ കൊലയ്ക്ക് കൊടുക്കുന്നതിന് ഞാനില്ല. സാത്യകി പറഞ്ഞു, എനിക്ക് മനസ്സിലായി, നീ ഭീരുവാണ്, നിന്റെ കൂടെ ഞാനില്ല എന്ന് പറഞ്ഞ് സാത്യകി പോയി കഴിഞ്ഞപ്പോൾ ബൃഹദ്ബലൻ ചെന്ന് തൻ്റെ മാതാവായ കംസയോട് പറഞ്ഞു, ഇതാണ് കൃഷ്ണൻ സൂത്രശാലിയാണ്, എന്നെ കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാണ് അവൻ യുവരാജാവാക്കിയത്. എന്നിട്ട് ജരാസന്ധൻ നേരിട്ട് നടത്തുന്ന രുക്മിണിയുടെ വിവാഹത്തിന് ഞാൻ ചെല്ലണമത്രേ, അവിടിട്ട് എന്നെ വധിക്കുമല്ലോ. കംസ പറഞ്ഞു, ശരിയാണ്, നമുക്കൊരു മാർഗമുണ്ടാക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഈ സമയത്ത് അവിടെ അദ്ദേഹത്തിന്റെ ഭാര്യയായ പഴയ സൈന്യാധിപനായ പ്രദ്യോതന്റെ പുത്രി വിശാഖ വന്നു. വിശാഖ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നിങ്ങളിത് ചെയ്തിരിക്കണം, നിങ്ങളൊരു ധീരനാകണം, നിങ്ങൾ ധൈര്യമായി ചെന്ന് പോരാടണം. അപ്പൊ പറഞ്ഞു, വിശാഖേ, നീ എന്താ ഈ പറയുന്നത്? ഞാൻ അങ്ങോട്ട് ചെന്ന ജരാസന്ധൻ എന്നെ കൊല്ലും. അപ്പോൾ പറഞ്ഞു, എവിടെ കൊല്ലാൻ? കൃഷ്ണൻ വരും, ബലരാമൻ വരും, ഉദ്ധവൻ വരും, ഒരു കാരണവശാലും നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല. എന്നിട്ടൊന്നും കൂടെ പറഞ്ഞു, നോക്കൂ, നിങ്ങളൊരു ഭീരുവാണ്, എനിക്ക് ഒരു ഭീരുവിൻ്റെ ഭാര്യയായിരിക്കുന്നതിലും ഭേദം ഒരു ധീരൻ്റെ വിധവയായിരിക്കുന്നതാണെന്ന് പറഞ്ഞു. വിശാഖ നടന്നുപോയി. അപ്പോൾ ബൃഹദ്രഥൻ പറഞ്ഞു, ഇവക്കൊരു നല്ല ഭർത്താവിനെ അല്ല ഇവക്ക് വേണ്ടത്, ഇവക്ക് വേണ്ടത് പോയി മരിച്ചു വീഴുന്ന ഒരു രക്തസാക്ഷിയാണ്. ബൃഹദ്ബലൻ പറഞ്ഞു, എന്തായാലും ഞാനില്ല. അന്ന് രാത്രി ഉഗ്രസേനന്റെ അടുക്കലേക്ക് ബൃഹദ്ബലൻ ചെന്നു. ഉഗ്രസേനന്റെ അടുക്കലേക്ക് ബൃഹദ്ബലൻ ചെന്നിട്ട് പറഞ്ഞു, അല്ലയോ ഉഗ്രസേന മഹാരാജാവേ, എനിക്ക് യുവരാജാവാകാൻ താല്പര്യമില്ല. ഉഗ്രസേനൻ പറഞ്ഞു, നീയല്ലേ യുവരാജാവാകണമെന്നും പറഞ്ഞ് നടന്നത്? അതേ മഹാരാജാവേ, പക്ഷെ ഞാൻ ഒന്നും കൂടെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി, കൃഷ്ണനാണ് യുവരാജാവാകാൻ ഏറ്റവും നല്ലത്.
കൃഷ്ണനെ തന്നെ യുവരാജാവാക്കിയിട്ട് രുക്മിണിയെ അപഹരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കൃഷ്ണനെ തന്നെ പറഞ്ഞയക്കണം. കൃഷ്ണൻ പോകട്ടെ, കൃഷ്ണൻ പോയി രുക്മിണിയെ അപഹരിക്കട്ടെ. ഉഗ്രസേനൻ പറഞ്ഞു, എന്നാൽ അങ്ങനെയാകട്ടെ. ബൃഹദ്ബലൻ ഒന്ന് പുഞ്ചിരിച്ചു. കൃഷ്ണന്റെ അന്ത്യം അടുത്തു കഴിഞ്ഞു. രുക്മിണിയെ അപഹരിക്കാൻ വേണ്ടി ഇവൻ പോകും. എനിക്ക് വെച്ച കെണി ഞാൻ അവന് തിരിച്ചു വച്ചിരിക്കുന്നു. അവിടിട്ട് ജരാസന്ധൻ വധിക്കും. അങ്ങനെ വർദ്ധിച്ച സന്തോഷത്തോടുകൂടി ബൃഹദ്ബലൻ അവിടെ നിന്ന് തൻ്റെ അമ്മയുടെ സവിധത്തിലേക്ക് തിരിച്ചുപോയി. ഇപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ ശൈബ്യ കംസയുടെ കൂടെയാണ്. കംസയ്ക്കറിയാം ശൈബ്യയ്ക്ക് കൃഷ്ണനോട് കടുത്ത പകയും ശത്രുതയുമാണെന്ന്. സമയം കിട്ടുമ്പോഴെല്ലാം കംസ ശൈബ്യയെ തൻ്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇഞ്ചിഞ്ചായിട്ട് ശൈബ്യയുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കാൻ തുടങ്ങി. ഒരു ദിവസം ശൈബ്യ ചെന്നപ്പോൾ കംസ പറഞ്ഞു, അറിഞ്ഞോ ശൈബ്യയെ, അറിഞ്ഞോ, ആ കൃഷ്ണൻ അവൻ ചതിയനാണ്, സൂത്രശാലിയാണ്. എൻ്റെ മകനെ യുവരാജാവാക്കാമെന്ന് പറഞ്ഞ് രുക്മിണിയെ അപഹരിക്കാൻ വിട്ട് ജരാസന്ധൻ്റെ കൈകൊണ്ട് അവനെ വധിക്കാൻ വേണ്ടുന്ന ഏർപ്പാട് ചെയ്ത ദുഷ്ടനാണവൻ, ദുഷ്ടൻ. അവനെ ആരെങ്കിലും അങ്ങ് കൊന്നിരുന്നെങ്കിൽ, ഇവനങ്ങ് മരിച്ചു പോയിരുന്നെങ്കിൽ. അപ്പോൾ ശൈബ്യ ഒന്ന് കംസയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ശൈബ്യ പറഞ്ഞു, അമ്മായി വിഷമിക്കണ്ട, അമ്മായി വിഷമിക്കണ്ട. അധിക നാൾ അവൻ ജീവിച്ചിരിക്കില്ല. എൻ്റെ അമ്മാവനെ വധിച്ചവനാണവൻ. അവനോടുള്ള പക എനിക്ക് കത്തിജ്വലിക്കുകയാണ് അമ്മായി, കത്തിജ്വലിക്കുകയാണ്. അധിക നാൾ അവൻ ജീവിച്ചിരിക്കില്ല. അപ്പോൾ കംസ പറഞ്ഞു, ജീവിച്ചിരിക്കരുത് മകളെ, അതാണ് എൻ്റെ ആഗ്രഹം, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞ് കംസ അകത്തേക്ക് പോയപ്പോൾ അവിടെ ഇരുന്ന ഒരു കഠാര, ആ കഠാര ശൈബ്യ കൈക്കലാക്കി അത് മാറ്റിവെച്ചു. ആ കഠാര എടുത്ത് മാറ്റിവെച്ചതിന് ശേഷം ശൈബ്യ പറഞ്ഞു, അമ്മായി ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. അവിടെ നിന്നിറങ്ങി ശൈബ്യ തൻ്റെ മുറിയിലെത്തി. അപ്പോൾ ശൈബ്യ മനസ്സുകൊണ്ട് വിചാരിച്ചു, ഇന്ന് ഞാൻ അവനെ വധിച്ചിരിക്കും. നേരെ തൻ്റെ അമ്മാവൻ്റെ ബിംബത്തിന് മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞു, അമ്മാവനെ കൊന്നവനോട് പകരം വീട്ടാൻ എനിക്ക് സമയമായി. ഇന്ന് രാത്രി ഞാൻ അവനെ വധിച്ചിരിക്കും. കൃഷ്ണൻ ഏറ്റവും പ്രിയപ്പെട്ട മാഞ്ചുവടുണ്ട്, മുറ്റത്തുള്ള മാഞ്ചുവട്. ആ മാഞ്ചുവട്ടിലാണ് അവൻ്റെ വിശ്രമം. അവിടെ കിടന്നാണ് അവൻ ഉറങ്ങുന്നത്. അമ്മാവന് വേണ്ടി ഇന്ന് രാത്രി ഈ കഠാര അവൻ്റെ നെഞ്ചത്ത് ഞാൻ കുത്തിയിറക്കും. ഇന്നവൻ കഴിക്കുന്നത് അവസാനത്തെ ആഹാരമായിരിക്കും. ഇവിടെ എവിടെ നോക്കിയാലും കൃഷ്ണൻ 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 കൃഷ്ണൻ, സകലർക്കും കൃഷ്ണനാണ്. അത് ഇന്ന് രാത്രിയോടുകൂടി അവസാനിക്കും അമ്മാവ. അപ്പോൾ മാത്രമേ ഈ ശൈബ്യ ശാന്തയാകൂ. ഈ സമയത്ത് കുതിര കുളമ്പടി ഒച്ചകൾ കേട്ടു. അവൾക്ക് മനസ്സിലായി കൃഷ്ണൻ വരാൻ സമയമായി. അതേ കൃഷ്ണന്റെ സംസാരം, ഒപ്പം അവൾ മറ്റൊരു സംസാരവും കൂടെ കേട്ട്, ശ്വേതകേതു. ഒരു നിമിഷം ഒരു മിന്നൽ പിണർ ശൈബ്യയിലൂടെ കടന്നുപോയി. ശ്വേതകേതു, ഒരു കാലത്ത് താൻ പ്രാണനെ പോലെ സ്നേഹിച്ചിരുന്ന ശ്വേതകേതു, അതുമില്ലാതാക്കിയത് ഈ ദുഷ്ടനാണ്. ഈ കൃഷ്ണൻ അവിടെ വന്നില്ലായിരുന്നു എങ്കിൽ ശ്രീഗാലവന്റെ സമ്മതത്തോടു കൂടി ഈ ശ്വേതകേതുവിനെ വിവാഹം കഴിച്ച് സുഖമായി താമസിച്ചേനെ. ഇന്നവൻ്റെ അന്ത്യമായിരിക്കും. ഇനി ശ്വേതകേതുവിനുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. അവൻ കൃഷ്ണനെ സഹായിക്കാൻ നടക്കുകയാണ്. ഉച്ചയ്ക്ക് എല്ലാവരും ഉണ്ണാൻ നിരന്നിരുന്നു. ഓരോരുത്തർക്കും ഭക്ഷണം വിളമ്പി ശൈബ്യ വരികയാണ്. കൃഷ്ണന്റെ അടുക്കലെത്തിയപ്പോൾ ശൈബ്യയുടെ നെഞ്ചിടിപ്പ് കൂടി. 2 പേരിവിടെ ഇരുന്ന് ഒന്നിച്ചിരുന്നുണ്ണുകയാണ്, ഭക്ഷണം കഴിക്കുകയാണ്. ഇതിലൊരാൾ ഇന്ന് രാത്രി കൊല്ലപ്പെട്ടിരിക്കും. ഇതിനകത്തൊരാൾ ഇന്ന് രാത്രി ഇതിനകത്തൊരാൾ കൊല്ലപ്പെട്ടിരിക്കും. അത് കൃഷ്ണനാണ്. മറ്റവൻ ഞാൻ കഠിനമായി വെറുക്കുന്നവനാണ്. അപ്പൊ കൃഷ്ണൻ ശൈബ്യയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, എന്താണ് നിജത്തി ഇത്ര വലിയ ആലോചന? ആചാര്യ ശ്വേതകേതു വന്നിരിക്കുന്ന എന്തിനാണെന്നറിയാമോ? വിവാഹാലോചനയുമായിട്ടാണ്.
എൻ്റെ അനുജത്തിയായ ശൈബ്യയെ വിവാഹം കഴിച്ചുകൊണ്ട് പോകാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ ഭക്ഷണം കഴിഞ്ഞ് അല്പം ഒന്ന് വിശ്രമിച്ചതിന് ശേഷം അനുജത്തിയെ അങ്ങോട്ടേക്ക് ക്ഷണിക്കാം, വിവാഹകാര്യം ചർച്ച ചെയ്യാൻ തന്നെയാണ്. ആ ആഹാരം മുഴുവനും കൃഷ്ണൻ്റെ മുഖത്തേക്ക് വലിച്ചെറിയാനാണ് ശൈബ്യയ്ക്ക് തോന്നിയത്. ശൈബ്യ എന്നിട്ട് അടക്കി പിടിച്ചു. എന്നിട്ട് ശൈബ്യ നടന്നുപോയി. ഉണ്ടിട്ട് വന്നു കഴിഞ്ഞ ശൈബ്യയുടെ മനസ്സ് കലുഷിതമായിരുന്നു. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇന്ന് രാത്രി ഞാൻ അവനെ വധിക്കാൻ പോവുകയാണ്. ദുഷ്ടൻ, ആ ദുഷ്ടന് കൊട പിടിക്കുന്നവനാണ് ഈ ശ്വേതകേതു, നീചൻ. ഇവരുടെ അടുക്കലേക്കാണ് ഞാൻ പോകേണ്ടത്. അപ്പൊ ത്രിവക്ര വന്നു. ത്രിവക്ര വന്നിട്ട് പറഞ്ഞു, ശൈബ്യേ, നിന്നെ കൃഷ്ണൻ വിളിക്കുന്നു. ശൈബ്യ അവിടുന്ന് എഴുന്നേറ്റു. സ്ഥിരം അവർ വിശ്രമിക്കുന്ന മാൻചുവട്ടിലേക്ക് ചെന്നു. ശൈബ്യ മനസ്സിൽ പറഞ്ഞു, കൃഷ്ണ, ഇന്ന് രാത്രി ഈ മാൻചുവട്ടിൽ ചോര തെറിക്കും, നിന്റെ ചോര തെറിക്കും കൃഷ്ണ. അവിടെ ചെന്നപ്പോൾ കൃഷ്ണൻ ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, അല്ല ശൈബ്യേ, ദേ ഈ ശ്വേതകേതു വന്നിട്ട് എന്നോട് പറയുകയാണ് നിന്നെ വിവാഹം കഴിക്കണമെന്ന്. എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കണം, നീ എൻ്റെ അനുജത്തിയല്ലേ. അപ്പോൾ ഒരു ജ്യേഷ്ഠൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ നിങ്ങളുടെ വിവാഹം എന്ത് ചെയ്യണം, നടത്തി തരണമെന്നാണ് പറയുന്നത് കേട്ടോ. എനിക്ക് സമ്മതമാണ് കേട്ടോ, യാതൊരു പ്രശ്നവുമില്ല. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ത്രിവക്രയോട് അല്പം സംസാരിക്കാനുണ്ട്, നിങ്ങൾ തമ്മിൽ സംസാരിക്ക് എന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ അങ്ങ് നടന്നുപോയി. അപ്പോൾ കത്തുന്ന കോപത്തോടുകൂടി ശൈബ്യ കൃഷ്ണനെ നോക്കി, എന്നിട്ട് ശ്വേതകേതുവിനെ നോക്കി. ശ്വേതകേതു പറഞ്ഞു, ശൈബ്യേ, കൃഷ്ണൻ പറഞ്ഞത് സത്യമാണ്. ഞാൻ വന്നത് നിന്നെ കൊണ്ടുപോകാനാണ്. ഞാൻ കുണ്ഠിനപുരത്തൊരാശ്രമം സ്ഥാപിച്ചിട്ടുണ്ട്, നമുക്ക് അവിടേക്ക് പോകണം, നമുക്കവിടെ ചില ലക്ഷ്യങ്ങളുണ്ട്. ശൈബ്യ പറഞ്ഞു, എന്ത് ലക്ഷ്യമാണുള്ളത്? അവിടെ രുക്മിണിയുടെ സ്വയംവരം നിശ്ചയിച്ചിരിക്കുന്നു. രുക്മിണിക്ക് കൃഷ്ണനെയാണ് ഇഷ്ടം, രുക്മിണി അവിടെ നിന്ന് മോചിപ്പിക്കണം. അപ്പൊ ശൈബ്യ പറഞ്ഞു, രുക്മിണിക്ക് കൃഷ്ണനെ ഇഷ്ടം, അവനേതോ ആട്ടിടയ പെണ്ണിനെയാണല്ലോ ഇഷ്ടം, രാധയെ. ശ്വേതകേതു ഒന്ന് ഞെട്ടിയിട്ട് ശ്വേതകേതു പറഞ്ഞു, നിനക്ക് രാധയെക്കുറിച്ച് ഒന്നും അറിയില്ല, രാധയെക്കുറിച്ച് നിനക്കൊന്നും അറിയില്ല. രാധയ്ക്ക് തുല്യമായിട്ട് ആരുമില്ല, കൃഷ്ണനും അങ്ങനെ തന്നെ. ഇവിടെ രുക്മിണിക്ക് കൃഷ്ണനെ കെട്ടണമെന്ന് ആഗ്രഹമാണ്, നീയും കൂടെ സഹായിക്കണം. ഞാനെന്തിന്? നീ നിന്റെ ജ്യേഷ്ഠനായ കൃഷ്ണനെ എല്ലാം പറഞ്ഞ് സമ്മതിപ്പിക്കണം. ശൈബ്യ പറഞ്ഞു, ശ്വേതകേതു, നിങ്ങൾ വഞ്ചകനാണ്. നിങ്ങളിപ്പം വന്നത് തന്നെ എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, എന്നെ കുണ്ഠിനപുരത്തേക്ക് കൊണ്ടുപോകണം കൃഷ്ണൻ്റെ കാര്യങ്ങൾ സാധിക്കാൻ. ഞാൻ നിങ്ങളെ വെറുക്കുന്നു ശ്വേതകേതു, ഞാൻ നിങ്ങളെ വെറുക്കുന്നു. അപ്പോൾ കൃഷ്ണൻ പിന്നെ ശ്വേതകേതു പറഞ്ഞു, നീ എന്തിനാണ് ഞങ്ങളെ വെറുക്കുന്നത്? എൻ്റെ അമ്മാവനെ വധിക്കാൻ കൂട്ടുനിന്നില്ലേ? അമ്മാവൻ ധർമ്മത്തിൻ്റെ പക്ഷത്തല്ലായിരുന്നു, ജരാസന്ധനും ധർമ്മത്തിൻ്റെ പക്ഷത്തല്ലായിരുന്നു. നിന്റെ അമ്മാവൻ സ്വന്തം ഭാര്യയെ പോലും പീഡിപ്പിക്കത്തില്ലായിരുന്നു. നീ ഒരു ചെറുവിരൽ അനക്കിയോ? കൃഷ്ണൻ അവിടെ ധർമ്മം സ്ഥാപിച്ചിട്ട് കണ്ടില്ലേ? അവരുടെ മകനെയല്ലേ അവിടെ രാജാവാക്കിയത്. നീ അവിടെ അടിമയെപ്പോലെ കഴിയേണ്ട നിന്നെ കൊണ്ടുവന്നില്ലേ? ശൈബ്യ പറഞ്ഞു, എനിക്ക് കേൾക്കണ്ട ശ്വേതകേതു, ഞാൻ കൃഷ്ണനെ വെറുക്കുന്നു, നിന്നെയും ഞാൻ വെറുക്കുന്നു. കാരണം നീ കൃഷ്ണൻ്റെ അടിമയാണ്, എനിക്ക് കൃഷ്ണൻ്റെ അടിമയെ വേണ്ട. അപ്പൊ ശ്വേതകേതു പറഞ്ഞു, നോക്കൂ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, നിന്റെ പാദധൂളിയെപ്പോലും ഞാൻ സ്നേഹിക്കുന്നു. അതുകൊണ്ടല്ലേ ഞാൻ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഞാൻ നിന്റെ കൂടെ വന്നത്. പക്ഷെ നീയാണ് നിന്റെ അമ്മാവൻ്റെ സമ്മതത്തിന് വേണ്ടി മാറ്റിക്കൊണ്ടുപോയത്. ശൈബ്യയെ, ഒന്ന് ഞാൻ പറയുന്നു, നിന്നെയും കൊണ്ട് ഞാൻ കുണ്ഠിനപുരത്തേക്ക് പോകും. നീ വന്നില്ലെങ്കിൽ ബലം പ്രയോഗിച്ചിട്ടാണെങ്കിലും, കാരണം എനിക്ക് നിന്നെ ഇഷ്ടമാണ്, എനിക്ക് നിന്നെ അത്രയ്ക്കിഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ശ്വേതകേതു നടന്നുപോയി. ശൈബ്യ തലയിൽ കൈവച്ചു. ശൈബ്യ വിചാരിച്ചു, സാരമില്ല, ഇന്ന് കൃഷ്ണനെ ഞാൻ വധിക്കുന്നതോടുകൂടി എല്ലാം തീരും. ശൈബ്യ തൻ്റെ മുറിയിലേക്ക് പോയി. ആ സമയത്ത് ത്രിവക്ര കുറച്ചു മധുര പലഹാരങ്ങളുമായി വന്നു. അപ്പൊ ശൈബ്യ ചോദിച്ചു, ഇതെന്താണ് ഈ മധുര പലഹാരങ്ങൾ? അതോ നിന്റെയും ശ്വേതകേതുവിൻ്റെയും വിവാഹം നിശ്ചയിക്കുന്നു എന്ന് കൃഷ്ണൻ പറഞ്ഞു. ഇത് കണ്ട് സന്തോഷം തോന്നിയിട്ട് ദേവകി മാതാവ് തന്നയച്ചതാണ്. എൻ്റെയും ഈ ശ്വേതകേതുവിൻ്റെയും വിവാഹമോ?
എനിക്ക് വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള മനസ്സില്ലിപ്പോൾ എന്ന് മാത്രവുമല്ല, അത് നിശ്ചയിക്കാൻ ഈ കൃഷ്ണൻ ആരാണ്? അവൻ ദുഷ്ടനാണ്. ത്രിവക്ര പൊട്ടിത്തെറിച്ചു. ദുഷ്ടനാണെന്നോ? മിണ്ടിപ്പോകരുത്, നീ മിണ്ടിപ്പോകരുത്. നിന്റെ യഥാർത്ഥ പ്രശ്നം എന്തെന്ന് എനിക്കറിയാം. നിനക്ക് കൃഷ്ണനെ വിവാഹം കഴിക്കാൻ കിട്ടാത്തതിലുള്ള ദേഷ്യമാണ്. ശൈബ്യ ഞെട്ടിപ്പോയി. എന്താ പറഞ്ഞത്? അതെ, നീ ഭയപ്പെടുന്നു കൃഷ്ണനെ നിനക്ക് വിവാഹം കഴിക്കാൻ കിട്ടില്ലെന്ന്. അതുകൊണ്ടാണ് നീ അവനെ വെറുക്കുന്നത്. നീ അവനെ സ്നേഹിക്കുന്നു ശൈബ്യേ, നീ അവനെ സ്നേഹിക്കുന്നു. ശൈബ്യ പറഞ്ഞു, ഒരിക്കലുമില്ല. എൻ്റെ അമ്മാവനെ കൊന്ന നീചനെ ഞാൻ സ്നേഹിക്കുകയോ? കടന്നു പോ പുറത്ത്. ത്രിവക്ര അവിടുന്ന് ഇറങ്ങിപ്പോയി. ഒരു നിമിഷം ശൈബ്യ ചിന്തിക്കുകയാണ്, എന്താണ് ഇവിടെ നടക്കുന്നത്? ഞാൻ ഇവനെ സ്നേഹിക്കുന്നു. പക്ഷെ അവനെ ആര് കണ്ടാലും ഇഷ്ടപ്പെടും. കോമളമായ ശരീരം, അതിമനോഹരമായ സംഭാഷണം, പീലി തിരുമുടി. ഞാൻ അവനെ എത്ര ആക്ഷേപിച്ചിട്ടും അവൻ കൺമുന കൊണ്ടുപോലും ഒരിക്കൽ പോലും അവൻ എന്നോടൊരു വെറുപ്പും പ്രകടിപ്പിച്ചിട്ടില്ല. പക്ഷെ അവൻ വധിക്കപ്പെടണം. രാത്രിയായി. മാഞ്ചുവട്ടിൽ കൃഷ്ണൻ ഉറക്കമായി. കണ്ണടച്ച് സ്വച്ഛന്തമായിട്ട് കൃഷ്ണൻ ഉറങ്ങുകയാണ്. വൃന്ദാവനത്തിലും മധുരയിലും പല അപശകുനങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് തെളിഞ്ഞ ആകാശത്ത് വെള്ളിടി വെട്ടാൻ തുടങ്ങി. 2 പ്രാവശ്യം രാധാറാണി ഞെട്ടി എഴുന്നേൽക്കുകയാണ്. വൃന്ദാവനത്തിൽ പലപ്പോഴും കൂമനും മറ്റും ഓലിയിടുന്ന കണക്കുള്ള ശബ്ദങ്ങൾ കേൾക്കാം. നായ്ക്കൾ മുഴുവനും ഓലിയിടുന്നു. പല മൃഗങ്ങളും മോങ്ങുകയാണ് ചെയ്യുന്നത്. എന്തൊക്കെയോ കുഴപ്പങ്ങൾ സംഭവിക്കാൻ പോകുന്നു. കൃഷ്ണൻ നല്ല മയക്കത്തിലാണ്. അതെ, കൈലാസത്ത് ശിവഭഗവാന് പോലും അസ്വസ്ഥത അനുഭവപ്പെടുന്നു. കൈലാസത്ത് ശിവഭഗവാൻ പാർവതിയോട് പറഞ്ഞു, പാർവതി, അരുതാത്തതെന്തോ സംഭവിക്കാൻ പോകുന്നു. പാർവതി ദേവി ചോദിച്ചു, എന്താണ്? അറിയില്ല, പതിവില്ലാത്തൊരു അസ്വസ്ഥത എനിക്ക് വരുന്നു. നേരം ഇരുട്ടിക്കഴിഞ്ഞു, നല്ല ഇരുട്ടായി കഴിഞ്ഞു. ശൈബ്യ കഠാരയെടുത്തു. കൊട്ടാരം എല്ലാവരും നല്ല ഉറക്കത്തിലാണ്, നിശബ്ദതയിലാണ്. ശൈബ്യ വാതിൽ തുറന്നു. ആ കഠാരയുമായി അവൾ നടന്നു. അതെ, കൃഷ്ണന്റെ അടുക്കലെത്തി. ശൈബ്യ വിചാരിക്കുകയാണ്, നീചൻ, എൻ്റെ അമ്മാവനെ വധിച്ചവൻ, ഇവനെ കൊല്ലണം. അതെ, ഇവന്റെ കഴുത്തിലേക്ക് തന്നെ കത്തി കുത്തി ഇറക്കണം. കഴുത്തിലെ ഞരമ്പ് മുറിഞ്ഞാൽ ഇവൻ പെടഞ്ഞ് അപ്പോഴുതന്നെ മരിക്കും. ഒരു നിമിഷം കൃഷ്ണനെ ഒന്ന് നോക്കി. കൃഷ്ണൻ ഇതൊന്നും അറിയുന്നില്ല. ഇതാ ശൈബ്യ തന്റെ കൈകൾ ഉയർത്തുകയാണ് കൃഷ്ണനെ കുത്താനായി. കൃഷ്ണന്റെ കഴുത്തിനെ ലക്ഷ്യമാക്കി വരികയാണ്. ആ കഠാര ഒന്നും അറിയാതെ ഉറങ്ങിക്കിടക്കുന്ന കൃഷ്ണന്റെ കഴുത്തിനെ ലക്ഷ്യമാക്കി വരികയാണ്. തികച്ചും അപശകുനങ്ങൾ കൊണ്ട് മധുരയും വൃന്ദാവനവും നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അരുതാത്ത ഒന്ന് സംഭവിക്കാൻ പോകുന്നു. ശൈബ്യ സർവശക്തിയും എടുത്തു. കൃഷ്ണന്റെ കഴുത്തിലേക്ക് ആഞ്ഞുകുത്തി. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ശൈബ്യ കൃഷ്ണന്റെ കഴുത്തിലേക്ക് ആഞ്ഞുകുത്തുകയാണ്. അതെ, എന്താണ് ഇവിടെ നടക്കുന്നത്? കാത്തിരിക്കൂ അടുത്ത ചൊവ്വാഴ്ചത്തേക്ക്. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായ
സ്വാഹ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ.